വിസ്മരിച്ചുകൊണ്ട് വൈദേശികമായിട്ടുള്ള ആക്രമണത്തിലൂടെ ഈ രാജ്യത്തിന് മുമ്പും ഈ രാജ്യത്ത് ഭരണം നടത്തിയ ഭരണാധികാരികളെ ഓർമ്മിക്കാൻ, ആ ചരിത്രം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത് നടത്തി വരികയാണ്. അതുപോലെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം, ആ ശ്രമത്തിൽ നിന്നുള്ളൊരു തിരിച്ചുപോക്കാണ് ശ്രീമതി അഹല്യാബായി ഹോൾക്കറെ പോലെയുള്ള ആളുകളെ അവരെ നമ്മൾ സ്മരിക്കുന്നത്. ആ ഒരു ആത്മാഭിമാനം, ആ ആത്മാഭിമാനത്തെയാണ് യഥാർത്ഥത്തിൽ തടയപ്പെട്ടുള്ളത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വില്ലേജിന്റെ അധിപന്റെ മകളായി ജനിച്ചിട്ടുള്ള ഒരു വനിത, അവരവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ജീവിത മൂല്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ശീലമാക്കിയിട്ടുള്ള നമ്മുടെ ആധ്യാത്മിക അടിത്തറ, അതിന്റെ പേരിൽ വന്നിട്ടുള്ള ദാനശീലം, പ്രകൃതി സ്നേഹം, ഇതെല്ലാം കണ്ട് ആ നാട്ടിലെ ഒരു ഭരണാധികാരി ആ കുട്ടിയെ യഥാർത്ഥത്തിൽ ദത്തെടുക്കുന്നത് പോലെ സ്വന്തം മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമേറുന്നതാണ്. ഇന്ന് നമുക്കറിയാം, ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള വിരളി കൂട്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. രാജമാത അഹല്യയുടേതല്ല ആ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ഉള്ളിലുള്ള അഗ്നി എത്രത്തോളം ജ്വലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഭർത്തൃപിതാവ്. ആ ചിരയിൽ നിന്നും ഇറക്കി പറയുന്നത്, യാത്രാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ആ യാത്രാ സ്വാതന്ത്ര്യത്തിന്റെ